ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ? ഓഡിയൻസിനെ വരെ സാഡ് ആക്കി നിങ്ങൾ. അതെല്ലാം നമ്മള് പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാ, ആരെയും മിസ്റ്റേക്ക് അല്ല. കേരള തമിഴ്നാട് ബോർഡറിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ്. നമ്മളിന്ന് വന്ന ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും ഇവയ്ക്കിത് എന്ത് പറ്റിയെന്ന്. കാരണം രണ്ട് കോണ്ടന്റും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല അല്ലേ. ഒന്ന് ആതിര നൂറേൻ്റെ വിഷയമാണെങ്കിൽ ഒന്നൊരു ഫുഡ് വ്ളോഗിൻ്റെ വിഷയമാണ്. അലുവയും മത്തിക്കറി പോലെ ഈ കണ്ടന്റ് ചിലപ്പം തോന്നാം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ആദിലേൻ്റെയും നൂറേൻ്റെയും ടോപ്പിക് എടുത്തതെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ റാൻഡംലി റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൺമുന്നിൽ പെട്ടിട്ടുള്ള ഒരു റീലാണ്. അപ്പോൾ ഈ റീലിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി അത് എടുത്തു വെച്ചു. ബാക്കി ഇതിനെ കൂടുതൽ റെഫർ ചെയ്തു പോയില്ല. പക്ഷേ വ്ളോഗേഴ്സിനിടയിൽ നടക്കുന്ന തട്ടിപ്പുകൾ, പൊതുവെ റിയാക്ഷൻ വീഡിയോക്കാരെ കുറ്റം പറയാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാവർക്കും 100 അല്ല 10,000 നാക്കാണ്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, നിങ്ങളൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് നടന്നോ, ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് നടന്നോ എന്നൊക്കെ പറഞ്ഞ എൻ്റെ കൃഷ്ണ, ഇല്ലാത്ത കുറ്റങ്ങൾ നമുക്കില്ല. പക്ഷേ ഈ വ്ളോഗർമാർ ചെയ്യുന്ന അവരുടെ സൈഡിലുണ്ടാകുന്ന മിസ്റ്റേക്കും കാര്യങ്ങളും കൂടെ നിങ്ങളിതൊക്കെ അറിയണമല്ലോ. അപ്പം അതിനു വേണ്ടി എടുക്കുന്ന വീഡിയോ ആണിത്. സോ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ആദ്യം ആദില നൂറേൻ്റെ ആ വീഡിയോയിലോട്ട് പോകാം. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ? ഓഡിയൻസിനെ വരെ സാഡ് ആക്കി നിങ്ങൾ. അതെല്ലാം നമ്മള് പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാ, ആരെയും മിസ്റ്റേക്ക് അല്ല. ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ. അല്ല, എനിക്ക് അങ്ങനെ ഓർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. വാട്സ്ആപ്പ് പറയാം ആരുടെയും മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്ക് ആണ്. ഇല്ലല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ലൈക്ക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ, തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ആദില നൂറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിൽ അതിൽ നൂറേനെ ആണെങ്കിലും ആദിലേനെ ആണെങ്കിലും ഒരുപോലെ വെറുക്കാനുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് 1 വീക്കിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുറച്ചും കൂടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിനെയാണ്. അപ്പോൾ അവർ ലൈവ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് വന്ന ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ പണ്ടൊക്കെ അവർ ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ട്, ഞാനിപ്പോൾ ബിഗ് ബോസിൽ കറൻ്റ് കാണുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചെയ്ത തെറ്റുകളെ കുറിച്ചിട്ട് അവർക്ക് ബോധമുണ്ടെങ്കിലും അവരൊരിക്കൽ പോലും ഈ തെറ്റ് അഡ്മിറ്റ് ചെയ്യാനോ അല്ല എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണെന്ന് പറയാനോ ആരും റെഡി ആവുന്നില്ല. എന്നാൽ അതിൽ വെച്ചിട്ട് ഈ 2 വ്യക്തികൾ വളരെ ഓപ്പണപ്പ് ആയിട്ട് പറയുകയാണ്, അതെ അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഇപ്പം നൂറ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നൂറ അതാണ് പറയുന്നത്, എന്താണ് അത് ആ സിറ്റുവേഷൻ വന്നപ്പോൾ, ആ സാഹചര്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. പക്ഷേ അതിലേക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. മേ ബി അതിലേക്ക് എഗെയിൻസ്റ്റ് വന്ന വീഡിയോസോ അല്ലെങ്കിൽ എന്താണ് അതിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രോൾസുകളോ നെഗറ്റീവ് കമൻസോ കണ്ടതിൽ കൂടെ അതിലേക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിനുള്ളിൽ ഒരു ബാഡ് ഗെയിമായിരുന്നു. എൻ്റെ ഗെയിം ജനങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, ജനങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അവരവരുടെ തെറ്റ് മനസ്സിലാക്കി എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയാൻ കാണിച്ചിട്ടുള്ള മനസ്സ് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാർ ആരും ഈ ലോകത്തില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റ് അവനവൻ്റെ സൈഡിൽ പറ്റും. പക്ഷെ ആ പറ്റിയിട്ടുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം തെറ്റ് പറ്റിയാൽ അഡ്മിറ്റ് ചെയ്യുക, ഫ്രണ്ടോട്ട് നല്ല രീതിയിൽ പോവുക. നൂറ കഴിഞ്ഞാൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയുക, മനസ്സ് തുറന്ന് പറയുക. ഇവള് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. എന്നെ ഇഷ്ടമാണോ ഇല്ലെന്നൊന്നുമല്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, നൂറയും അനുമോളേക്കാൾ കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് ആദിലയും അനുമോളും തമ്മിലാണ്. പല സിറ്റുവേഷനിലും അവരുടെ സംസാരങ്ങളിലും കോൺവെർസേഷൻ ആണെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ പരസ്പരം ഹഗ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ കണ്ടാൽ നമുക്കറിയാം. അപ്പം നല്ലൊരു ബോണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തിറങ്ങിയാലും ഇവർ നല്ല രീതിയിൽ പോകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പം ആ ഒരു ഗ്യാങ് സ്പ്ലിറ്റായി കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. പക്ഷേ അതിൽ നമ്മൾ പ്രത്യേകിച്ച് കുറ്റം പറയേണ്ട ആവശ്യമില്ല. അനുവിനെ സംബന്ധിച്ച് അനു എന്ന് പറയുന്ന വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നതിനെ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്ന് സഹിച്ചു. അപ്പോൾ ആരാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം മാത്രമേ എടുക്കൂ. സോ വളരെ മനോഹരമായൊരു വീഡിയോ ഇതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഞാൻ 2-3-4-5 ചാനലിൽ ഇങ്ങനെ കണ്ടൊരു സാധനമാണ് ഫുഡ് ബ്ലോഗേഴ്സുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഫുഡ് ബ്ലോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രമേ എന്ത് ചെയ്യൂ, ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീ, പിന്നെ മേക്കപ്പ് പ്രൊഡക്റ്റ്, അത് മേക്കപ്പിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യൂ
കാണും. അതുപോലെ തന്നെ ട്രാവലിംഗ് എനിക്ക് തോന്നുന്നു കോമൺ ആയിരിക്കും, എല്ലാവരും കാണാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു സാധനമാണ് ഫുഡ് വ്ളോഗിങ്. ഇപ്പോൾ ഈവൻ എൻ്റെ ബ്രദറൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ആൾ വരെ ഒരുവിധം എല്ലാ ഫുഡ് വ്ളോഗേഴ്സിനും അല്ലെങ്കിൽ ഫുഡ് വ്ളോഗിങ് ആണെങ്കിലും അവരുടെ ചാനലാണെങ്കിലും എല്ലാം വളരെ ക്ലിയർ ആയിട്ടിരുന്ന് കാണലുണ്ട്. അപ്പോൾ ഫുഡ് വ്ളോഗേഴ്സിനെ പൊതുവെ എല്ലാവരും ഒരുപോലെ ഈക്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളാണ്. അപ്പോൾ ഈ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടുന്നതും വളരെ കോമൺ ആയിട്ടാണ്. അപ്പം ഇപ്പം കറൻ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട് തെങ്കാശിക്കടുത്തുള്ള ഒരു റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം നടക്കുന്നുണ്ട്. കുറേ വ്ളോഗേഴ്സ് വന്നിട്ട് അവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ടും ഫുഡിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചും ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങ് തള്ളി മറച്ച് ഗ്യാസ് കയറ്റി വിട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ റിയാക്ഷൻ വീഡിയോൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷീതലിസം എന്ന് പറയുന്ന ചാനലിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് വ്ളോഗിൻ ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് കിട്ടുന്ന സ്പോട്ടിൽ പോയിട്ട് അവരനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ഒരു വ്ളോഗർ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം. കേരള തമിഴ്നാട് ബോർഡറിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കുക എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി. അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോൾ വന്നാലും ഒടുക്കത്തെ തിരക്കാണ്. നമ്മൾ വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് റഹ്മത്ത് ഹോട്ടലിലാണ്. പണ്ട് അബ്ദുൽ കലാം സാർ വരെ ഒന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഈ റഹ്മത്ത് ഹോട്ടൽ. ഇന്നത്തെ ഞങ്ങളും വന്ന് കഴിച്ചു. നമ്മൾ ഇവിടെ കഴിച്ച എല്ലാ ഐറ്റംസിനും അസാധ്യ ടേസ്റ്റ് ആണ്. ഇവിടെ ഞങ്ങൾ രാത്രിയാണ് പോയത്, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. റഹ്മത്തിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ബോർഡർ ചിക്കൻ, പിച്ചിക്കോയി, മട്ടൻ ബിരിയാണി, കലക്കി ഓംലേറ്റ് ഒക്കെ. മട്ടൻ ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കില്ല, അടുത്ത് പോകുമ്പോഴത്തേക്ക് എന്തായാലും ട്രൈ ചെയ്യുന്നതാണ്. ഈ കലക്കി ഓംലേറ്റ് ഉണ്ടല്ലോ, ലൈഫിൽ ഒരു ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് തന്നെ ട്രൈ ചെയ്യാം. അത്രയ്ക്ക് അസാധ്യ ടേസ്റ്റ് ആണ് റഹ്മത്ത് ഹോട്ടലിലെ കലക്കി ഓംലേറ്റ്. നമ്മൾ 3 പേര് വയറ് നിറയെ ഇവിടെ കഴിച്ചപ്പോഴത്തേക്കും 945 രൂപയാണ്. ഇവിടുത്തെ ബോർഡർ ചിക്കൻ കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത കടയിൽ ജിഗർദണ്ഡ കൂടി കഴിക്കാൻ മറക്കണ്ട. അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. ബൈ ഗൈസ്. അപ്പം ഇതാണ് ഒരു വ്ളോഗർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ ഹോട്ടലിനെ കുറിച്ച്. കംപ്ലീറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആൾ പ്രത്യേകിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ആൾ പറഞ്ഞതും സംസാരിച്ചതൊക്കെ വെച്ച് ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഹോട്ടലാണ്. ഫുഡൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ 3 ആൾ ആവശ്യത്തിലധികം കഴിച്ചിട്ടും 948 എന്ന് വെച്ചാൽ വലിയ പ്രൈസി അല്ല. എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. അങ്ങനെ എന്താ പറയുക, 100% പോസിറ്റീവായിട്ടാണ് ഈ വ്ളോഗർമാർ ഈ ഫുഡിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ വളരെ ആക്റ്റീവായിട്ട് വ്ളോഗ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഇൻസ്റ്റഗ്രാമിലെങ്കിലും അത്യാവശ്യം നല്ല വ്ളോഗേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഓൾറെഡി കോൺടാക്റ്റ് ഉണ്ട്, അല്ല എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നല്ല വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗേഴ്സിനെ പൊതുവേ ഈ ഫുഡ് സ്പോട്ടുകാർ നന്നായിട്ട് ക്യാച്ച് ചെയ്യും. അവർ നല്ല രീതിയിലുള്ള ഒരു പേയ്മെൻറ്റും കൊടുക്കും. അവരവരുടെ ഫുഡിനെ പറ്റി നല്ല ഹൈപ്പ് ചെയ്ത് പറയാൻ പറയും. ഇപ്പം ഞാനതാ ഇപ്പോൾ ഈ പ്രൊമോഷനെ പറ്റി ഞാൻ പറയുന്നൊരു അഭിപ്രായം ഇതാണ്. രണ്ട് രീതിയിൽ നമുക്ക് മെയിനായിട്ട് പ്രൊമോഷൻ ചെയ്യാം. ചില ആൾക്കാർ സ്വന്തമായിട്ട് ആ സ്ഥാപനത്തിൽ പോയി പൈസ കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് അവരവരുടെ ഒപ്പീനിയൻ പറയും. അല്ലെ ചില ആൾക്കാർ എന്ന് പറയുന്നത് ഈ വ്ളോഗർമാർ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ വ്ളോഗർമാരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് പകരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യും. അപ്പോൾ ഈ കാറ്റഗറി ഓഫ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഹോട്ടലിൻ്റെ കുറ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ആ ഹോട്ടലിന് എന്ത് ചെയ്യണം, ഒരു ഹൈപ്പ് തന്നെ പറയണം. കാരണം അവരതിൽ നിന്ന് പൈസ വാങ്ങി അവർ തരുന്ന ഫുഡ് കഴിക്കുമ്പോൾ നമുക്കത് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വ്ളോഗേഴ്സിൻ്റെ വാക്കും കാര്യങ്ങളും കേൾക്കുന്ന സമയമാണ് നമ്മൾ പുതിയ ഫുഡ് കഴിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ബൺ മസ്ക ഇറാനി ചായ എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട്. ഈവൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഭയങ്കര വൈറലായിട്ടുള്ളൊരു സാധനമാണ്. ഇത് ആരോ ഒരാൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു, ബാക്കിയുള്ളവർ ഏറ്റെടുത്തു. ഇപ്പോൾ അത് ഭയങ്കര ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനൊക്കെ ബത്തേരി എവിടെയാണ് ബൺ മസ്ക അവൈലബിൾ എന്ന് പറഞ്ഞ് നോക്കി നിന്നൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ് നമുക്ക് അറിയുന്ന സ്പോട്ട് കിട്ടി. അപ്പം ഈ ഫുഡ് വ്ളോഗേഴ്സിന് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ അങ്ങോട്ട് കൺവേയും ചെയ്യുക. ഒരു തെറ്റും ഇല്ലാത്ത പോലെ, ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത പോലെ, ഈ ലോകത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ ഇതാണ് എന്ന രീതിയിലൊക്കെ പറയും. ഇത് ഓട്ടോമാറ്റിക്കലി കേൾക്കുന്ന പല ആൾക്കാരും ഇത് വിശ്വസിക്കാൻ തുടങ്ങും. ഇത് വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഹോട്ടലിൽ പോകാൻ തുടങ്ങും. അവർക്ക് കിട്ടേണ്ട പണി നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോൻ്റെയൊക്കെ താഴെ വന്ന് ഒരുപാട് കമൻസുകളുണ്ട്. എത്ര കമൻസ് നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല. അതിൽ ചില കമൻസ് എന്ന് വെച്ചാൽ വ്ളോഗർമാരൊക്കെ ഈ ഹോട്ടലിനെ പറ്റി ഭയങ്കര അടിപൊളിയാണ് പറയുന്നതെങ്കിലും ജനങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഓവർ ഹൈപ്പാണ്, വെറുതെ ക്യാഷ് കളയണ്ട, ഒരാളുടെ അഭിപ്രായമാണ്. അനന്തു മോം 6 പിന്നെ അദിനാൻ എന്ന് പറയുന്ന ആൾ, ഫുഡ് മോശം, ക്യാഷ് നഷ്ടം, ആരും ചെന്ന് കയറി കൊടുക്കണ്ട. അതാണ് അടുത്ത കമൻറ്റ്. പിന്നെ ഒരാൾ, ഫുഡൊക്കെ സൂപ്പറാണ് ബട്ട് പ്രൈസ് 4 പേര് കഴിച്ചതിന് 2500 രൂപയായി. നേരത്തെ പറഞ്ഞത് എത്രയാ, 900 സംതിങ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരു കാര്യവുമില്ല, ഓവർ ഹൈപ്പാണ്. കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശം ഫുഡുകളിൽ ഒന്ന്. കമൻസാണ് കേട്ടോ. ആരും കഴിക്കല്ലേ, കൊള്ളത്തില്ല, അനുഭവം തന്നെ. പൊന്നു മക്കളെ, വൃത്തി വേണം എന്നുള്ളവർ ചെന്ന് കയറി കൊടുക്കരുത്. എനിക്ക് ലാസ്റ്റ് ടൈം 4-5 കോഴിത്തൂവൽ കിട്ടി, പൊറാട്ട സൂപ്പറാണ്. കൊള്ളില്ല, വിലയും കൂടുതലാണ്.
ഇങ്ങനെ കുറേ കമൻസ് ഉണ്ട്. എൻ്റെ പൊന്നു സഹോദരൻ അവിടുത്തെ വൃത്തി കണ്ടാൽ 6 മാസം പിന്നെ പച്ചവെള്ളം കുടിക്കാൻ തോന്നില്ല. ഇങ്ങനെ കുറേ കമൻസ് കാര്യങ്ങൾ ഈ ഹോട്ടലിനെ പറ്റി ഭയങ്കര നെഗറ്റീവായിട്ട് വന്നു. അപ്പം എന്നാലും ഈ വ്ളോഗർമാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ തരത്തിലുള്ള ഹോട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനടുത്തും നിങ്ങളുടെ വ്യൂവേഴ്സിനടുത്തും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്ന് ഞാൻ പറയും. പൊതുവേ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്താ, നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ പല ഹോട്ടലിനെ കുറിച്ചും പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ ഓപ്പണപ്പായി ജെനുവിനായി നമ്മളുടെ വാക്ക് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ കണ്ടന്റ് എടുക്കുകയാണ്, അതെടുത്ത് സംസാരിക്കുകയാണ്. അയ്യോ ഒരു ഛർദീൻ്റെ ഉദാഹരണമുണ്ട്, ഇതൊക്കെ തന്നെയാണ് പറയുക. പക്ഷേ നിങ്ങളെ ഫോളോവറാക്കി നിന്നുകൊണ്ട് പല ഹോട്ടലുകാരും നിങ്ങളെ പറ്റിക്കും. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് ശീതലിസം എന്ന് പറഞ്ഞ പേജിൽ ഈ ഹോട്ടലിനെ പറ്റി പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മലയാളികളും തമിഴരുമായിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് വമ്പൻ ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ഹോട്ടലാണ് ഈ തെങ്കാശിയിലുള്ള ബോർഡർ ചിക്കൻ, ഒരു റഹ്മത്ത് ഹോട്ടൽ. ഞങ്ങൾ പൊതുവെ പുറത്തു പോകുമ്പോൾ നോൺ വെജ് അങ്ങനെ കഴിക്കാറേ ഇല്ല, പരമാവധി ഒഴിവാക്കും. നമുക്ക് അത്രയും വിശ്വാസമുള്ള, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ അത് കഴിക്കാറുള്ളൂ. അപ്പൊ ഒരു ദിവസം 2-2:30 മണിയാ ഉച്ചയ്ക്ക്, വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പോ ഈ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഏത് ഹോട്ടൽ കൊള്ളാമെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ വമ്പൻ റിവ്യൂ ഒക്കെയാണ് കിടക്കുന്നത്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള ബ്ലോഗേഴ്സ് ഒക്കെ, ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് പോയി കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നല്ല ആഹാരമാണ്, എത്രയോ 100 വർഷം മുമ്പുള്ള ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറെ 2-3 ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടെ നിന്ന് പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷെ അത് കണ്ടാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. അത്രയും മോശം ഭക്ഷണം. അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്നാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഈയിടെയായിട്ട് 1-2 പേരൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് ബ്ലോഗേഴ്സ് അല്ല, ഇവരെന്നിട്ടും പറയുന്നില്ല. അതിന് താഴെ കമന്റ് ഇടാൻ വന്ന മനുഷ്യർ പറയുന്നുണ്ട് ഫുഡ് പോയിസണായി ആശുപത്രിയിൽ കിടന്നവരുണ്ട്. ഈ എവിടുന്ന് ഫുഡ് കഴിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകളുമായിട്ടൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ്, ആ പരിസരത്തുള്ള ഡോക്ടേഴ്സിന് ഇപ്പോൾ അതുമായിട്ടൊക്കെ ശീലമായി. അവർക്കറിയാം, അവരിങ്ങോട്ട് ചോദിക്കും ഇന്ന കടയിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നോ എന്ന്. അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. വൃത്തി എന്ന് പറയുന്നത് ആ ഹോട്ടലിന്റെ അയൽപക്കത്തു കൂടി പോയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ വന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇവർക്ക് പൊക്കി ഇടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവർ ഈ ഹോട്ടലുകാരായി നിന്ന് പൈസ വാങ്ങിയിട്ടില്ല. ഇവർക്ക് വളരെ ജെനുവിനായിട്ട് റിയൽ ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അങ്ങ് നേരെ തുറന്നു വന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ പറയുന്നത്, നിങ്ങൾ മെയിനായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ ഈ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും. ഫുഡ് ബ്ലോഗേഴ്സിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അവർ പല ഹോട്ടലിനെ കുറിച്ചും പലതും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട് വിശ്വസിച്ച് നമ്മൾ പോകാണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ തെറ്റായിട്ട് ഒരിക്കലും പറഞ്ഞില്ല, എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പൈസേൻ്റെ കൂടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റും കൂടെ വേണമല്ലോ. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങളെ പറ്റി നിങ്ങൾ പറയുന്ന മറ്റൊരാളുടെ ലൈഫിലോട്ട് ഒളിക്യാമറ വെച്ചുകൊണ്ട് നിങ്ങൾ പലതും പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ശീതലിസത്തിൻ്റെ വീഡിയോ ആണെങ്കിലും ഈ പെർട്ടിക്കുലർ ബ്ലോഗറിൻ്റെ വീഡിയോ ആണെങ്കിലും അവരവരുടെ പ്രൊഫൈലിട്ട സാധനം എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ സബ്സ്ക്രൈബർ നിങ്ങൾ പറയുന്ന വിശ്വസിച്ച് കേട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊള്ളൂലാത്ത ഫുഡ് കഴിച്ച് ഫുഡ് പോയിസൺ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കമ്മിറ്റ്മെൻറ്റ് ഉള്ളത്? ശരിക്കും ഞങ്ങളെക്കാളും കമ്മിറ്റ്മെൻറ്റ് വേണ്ട നിങ്ങൾക്കാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം 1000-2000 പേര് കണ്ട് അത്രയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഒരു വീഡിയോ നേരെ പോകുന്ന 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. ഇത് വിശ്വസിച്ചുകൊണ്ട് കഴിക്കാൻ പോകുന്ന 1 ലക്ഷം ആൾക്കാരിൽ ഒരു 10,000 ആൾക്ക് അല്ലെ വേണ്ട ഒരു 10 ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കും? സോ വ്ളോഗിങ് ഒക്കെ നല്ലതാണ്. ചെയ്യുന്ന സമയത്ത് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.